പ്രതിച്ഛായ നമ്മുടെ നിവിൻ പോളി, ഷറഫുദ്ദീൻ, സായകുമാർ, ബാലേന്ദ്ര മേനോൻ, അങ്ങനെ ഒട്ടനവധി നല്ല നല്ല ക്യാരക്ടേഴ്സ് അണിഞ്ഞു നിൽക്കുന്ന ഒരു പടമാണ് പ്രതിച്ഛായ. ബി ഉണ്ണികൃഷ്ണനാണ് പടം സംവിധാനം ചെയ്യുന്നത്. അപ്പം പടം കഴിഞ്ഞ ദിവസം റിലീസായിട്ടുണ്ട്. അപ്പം പറ്റിയ സമയമാണ് പടം റിലീസ് ചെയ്യാനുള്ളത്. കാരണം നമ്മുടെ ഇലക്ഷൻ ഇനി അടുത്തു, ഏതാനും ദിവസങ്ങളെ കൂടെ ഉള്ളൂ. അപ്പോഴാണ് ഇങ്ങനൊരു പടം ഇറക്കി വിട്ടത്. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ പൊളിറ്റിക്കൽ ഡ്രാമ സിനിമകളൊക്കെ ഭയങ്കര ഒരു സ്വീകാര്യതയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രതിച്ഛായയും ഇപ്പം ഫാമിലീസ് ആണെങ്കിലും ഫാമിലി ഓഡിയൻസൊക്കെ ഏറ്റെടുത്തു എന്ന് പറയാം. നമ്മുടെ കേരളക്കര മൊത്തം ഇപ്പം നല്ല രീതിയിൽ ഓടുകയാണ്. അപ്പോൾ വലിയൊരു ഹൈപ്പില്ലായിരുന്നു, ഹൈപ്പിലൊന്നും കാര്യമില്ല. നമുക്കറിയാം വലിയ ഹൈപ്പ് വരുന്നതൊക്കെ ലോ ഹൈപ്പായി താന്നു പോയിട്ടേ ഉള്ളൂ. എന്നാൽ ചെറിയ ഹൈപ്പിൽ അല്ലെങ്കിൽ വലിയൊരു ബിഗ് ബഡ്ജറ്റ് അല്ലെങ്കിൽ വലിയൊരു രീതിയിൽ ഹൈപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാതെ വന്ന പടങ്ങളേ ഉള്ളൂ ഹിറ്റ് അടിച്ചിട്ടുള്ള ചരിത്രമേ ഉള്ളൂ. അപ്പം ഇതും അതുപോലെ തന്നെ ഒരു സെൻസേഷണൽ ഹിറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം നല്ലൊരു രീതിയിൽ ഇപ്പോൾ പ്രേക്ഷക സപ്പോർട്ട് അല്ലെങ്കിൽ പ്രേക്ഷക സ്വീകാര്യത നേടിക്കഴിഞ്ഞു ഈ ഒരു പ്രതിച്ഛായ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഡ്രാമ. അപ്പം നമുക്കറിയാം നിവിൻ പോളിയുടെ ടൈം ഇപ്പോൾ ബെസ്റ്റ് ടൈമാണ്. പുള്ളി കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ട് 2026 കിട്ടില്ലം പടങ്ങളാണ് ലൈനപ്പിൽ വരാനിരിക്കുന്നത്, ഇനിയിപ്പോൾ പടങ്ങൾ നോക്കിയേ ചെയ്യൂ എന്നൊക്കെ നിവിൻ പോളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സർവമായ 100 കോടി അടിച്ചു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു പടം വരുന്നത്. ഇതും നല്ല രീതിയിൽ കളക്ഷൻ നേടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നമുക്ക് പിന്നെ പറയാനുള്ള ബാലേന്ദ്ര മേനോൻ അപ്പോൾ പഴയ നടനാണ്. അപ്പം അതൊക്കെ പുള്ളി ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പടം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒത്തിരി ഫാമിലി ഓഡിയൻസ് കയറുന്നുണ്ട്. പിന്നെ പടം നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പടമാണ്. അപ്പം ഒത്തിരി നെഗറ്റീവൊക്കെ വരുന്നുണ്ട്, പെയ്ഡ് പ്രൊമോഷനാണോ അതൊക്കെയാണെന്ന് പറയുന്നത്. എന്നാൽ നല്ലൊരു ഫാമിലി രീതിയിൽ അല്ലെങ്കിൽ സ്വീകാര്യത ഇപ്പം മലയാളികൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. അപ്പം നിവിൻ പോളിയുടെ ഒരു നല്ല സിനിമയാണ്, തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പോൾ എന്തായാലും പൊളിറ്റിക്കൽ ഡ്രാമയാണ്. അപ്പം എന്തായാലും നല്ലൊരു കളക്ഷൻ നേടട്ടെ, നല്ലൊരു വിജയം നേടട്ടെ ഈ പടത്തിന്. അപ്പം എന്തായാലും കാണാത്തവർ അടുത്തുള്ള തിയേറ്ററിലൊക്കെ പോയി കാണുക. അപ്പം നല്ലൊരു സിനിമയായിട്ട് ഇതിപ്പം മാറിക്കഴിഞ്ഞു, പ്രേക്ഷകരെല്ലാം ഏറ്റെടുത്തു. അപ്പം നല്ലൊരു സിനിമ ആയിരിക്കട്ടെ. നിങ്ങൾ കണ്ടോ ഇല്ലയോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.